അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. കരിയില ഒരു 60%, പച്ചില ഒരു 40% എന്നുള്ള ഒരു റേഷ്യോയിൽ നമ്മൾ ഈ ചാണകം കലക്കിയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 മാസം കാത്തു നിൽക്കും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ജൈവ വളങ്ങൾ അതേപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നമ്മൾ വളക്കടയിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വില അധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ജൈവ വളങ്ങൾ കിട്ടിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചും കൊണ്ട് തന്നെ, വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ വെച്ചും കൊണ്ട് തന്നെ നമുക്ക് പൈസ ചിലവില്ലാതെ നല്ല രീതിയിലുള്ളൊരു കമ്പോസ്റ്റ് വളം നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കമ്പോസ്റ്റ് വളം നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന നമ്മൾ അടിച്ചു വാരി കൂട്ടുന്ന കരിയിലകളുണ്ടല്ലോ. അപ്പോൾ ഈ കരിയിലകൾ കൊണ്ടും അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ പറമ്പിലൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്ന ചെറിയ അടിക്കാടുകളായിട്ടുള്ള പച്ചിലകൾ കൊണ്ടുമാണ് ഈ ഒരു കരിയില കമ്പോസ്റ്റ് വളം നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ കരിയിലയിൽ കാർബൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പച്ചിലകൾ ചേർത്ത് കഴിഞ്ഞാൽ പച്ചിലയിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ പച്ചില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ജൈവ വളം, കമ്പോസ്റ്റ് വളം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കരിയില എടുക്കേണ്ട ഒരു 60%, അതേപോലെ പച്ചില എടുക്കേണ്ട ഒരു 40%. അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചച്ചാണകം കലക്കിയ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ പച്ചച്ചാണകം കലക്കിയ വെള്ളം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, പച്ചച്ചാണകം എല്ലാ സ്ഥലങ്ങളിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പച്ചച്ചാണകം കലക്കിയ വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കഞ്ഞിവെള്ളം നമുക്കിതിന് തെളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ വെള്ളം തെളിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം. കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം തെളിച്ച് കൊടുക്കാനും പറ്റും. പക്ഷേ കഞ്ഞിവെള്ളമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കരിയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരിയിലയിൽ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ കരിയില മാത്രം ഇട്ടുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമുക്കതിൽ നൈട്രജൻ കണ്ടന്റ് ഉള്ള പച്ചിലകളും ചേർത്തിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കരിയിലകൾ ഇന്ന ചെടിൻ്റെ വേണമെന്നൊന്നുമില്ല. ഏത് നമ്മളെ വീട്ടുപറമ്പിലൊക്കെ ഉള്ള ഏത് കരിയില ആണെങ്കിലും നമുക്ക് എടുക്കാം, ഏത് മരത്തിൻ്റെ ഇല ആണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പ്ലാവ്, അതുപോലെ പേരറിയാത്ത 2-3 കാട്ടിലുള്ള മരത്തിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പൂത്തിൻ്റെ ഇല ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ പറമ്പിലുള്ള ഇപ്പോൾ കരിയില എന്തായാലും നമ്മൾ കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല. കാരണം ചെടികൾ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പൊത ഇടാനൊക്കെ കരിയില നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ കമ്പോസ്റ്റ് വളം ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കരിയില എടുക്കാവുന്നതാണ്. പച്ചിലകൾ നമ്മളെ വീടിൻ്റെ മുറ്റത്തും അതേപോലെ കൃഷി ചെയ്യുന്ന ഇടയ്ക്കൊക്കെ കിടക്കുന്ന ഇതുപോലത്തെ അടിക്കാടുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അതിലൊക്കെ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ പച്ചിലകൾ നമുക്ക് ഇതുപോലെ മുറ്റം വൃത്തിയാക്കുന്ന ടൈമിൽ നമുക്ക് പച്ചിലകൾ എടുക്കാം. അതുപോലെ പച്ചിലകളുടെ കൂടെ തന്നെ കൊന്നൻ്റെ ഇല, അതുപോലെ കൊന്നൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഇലകളാണ്. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ വാഴയിലൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചാണകം കലക്കിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചൊരു സ്ലറി ഉണ്ട്. അപ്പോൾ പച്ചിലകളും ചാണകമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സ്ലറിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ലറിയും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ലറി തന്നെ വേണമെന്നൊന്നുമില്ല. ഈ കഞ്ഞിവെള്ളം മാത്രം തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ കരിയില കമ്പോസ്റ്റ് വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 50 കിലോൻ്റെ അരിച്ചാക്ക്, പ്ലാസ്റ്റിക് ചാക്കാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ചാക്ക് നോക്കിയിട്ട് എടുക്കുക. കാരണം ഈ കമ്പോസ്റ്റ് വളം ഒരു 3 മാസം വരെ നിൽക്കേണ്ടതാണ്. അപ്പോൾ കരിയില പൊടിയുന്ന പോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചാക്കും പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ചണം ചാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചാക്കിലേക്ക് ആദ്യം നമ്മൾ കരിയിലാണ് താഴത്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ലെയറിൽ നമുക്ക് ആദ്യം കരിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ സ്ലറി മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അല്പം എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഒഴിക്കണം എന്നൊന്നുമില്ല, എല്ലാ ഇലകളും ഒന്ന് നനഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ തെളിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ മേലെ ഇടുന്നത് നമ്മൾ ഈ പച്ചിലാണ്.
വീണ്ടും നമുക്ക് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചാണകം കലക്കിയിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ചാണകം കലക്കിയിട്ടുള്ള വെള്ളമാണ് നല്ലത്. അപ്പം ഞാൻ അത് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. വീണ്ടും അടുത്ത ലെയർ നമുക്ക് കരിയില തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരിയില ഒരു 60%, പച്ചില ഒരു 40% എന്നുള്ള ഒരു റേഷ്യോയിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കരിയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി വീണ്ടും നമുക്ക് ഇത് പച്ചില തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലേശം ചാണകപ്പൊടിയോ അതേപോലെ കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് ലേശം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്ന് ജീവാണുക്കൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ലേശം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മേലെ. അത് അല്പം ഇങ്ങനെ ഇടയ്ക്കിച്ചിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി നമ്മൾ. വീണ്ടും നമ്മൾ കരിയില തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പച്ചിലന്റെ കൂടെ തന്നെ നമുക്ക് വായല ഇട്ട് കൊടുക്കാം ഇടയ്ക്ക്. അപ്പോൾ വായല ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് കരിയില തന്നെ ഇത് ലെയറായിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ പച്ചിലകൾ ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളൊരു ബാഗിൽ നമ്മൾ റെഡി ആക്കുമ്പോൾ അത് ഫസ്റ്റ് തന്നെ ഒറ്റ തവണ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നീട് അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഡെയിലി ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു സ്വരുക്കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നീട് അടുത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ ഇതേപോലത്തെ ചാക്കിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ ചാക്ക് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മൾ കരിയില ഇടുമ്പോൾ അതിൽ പ്ലാസ്റ്റിക് കവർ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ അടിച്ചു വാരി കൂട്ടുന്നതാകുമ്പോൾ വീട്ടിലെ മിഠായി കവറോ പ്ലാസ്റ്റിക് കവറോ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി നമുക്കിത് കെട്ടി വെക്കാം. അപ്പം നമ്മൾ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കമ്പോസ്റ്റ് വളം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 മാസം കാത്തു നിൽക്കണം. കാരണം 3 മാസം കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. 2 മാസത്തിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് ആയതുകൊണ്ട് എയർ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുങ്ങനെ ഓട്ട ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചണച്ചാക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളങ്ങൾ എല്ലാവർക്കും അറിയാം, കാരണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചാക്കിലാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ തല കീയായിട്ട് വെക്കാം. അടുത്ത 15 ദിവസം വരുമ്പോൾ അതേപടി തന്നെ നമ്മൾ ഇത് വീണ്ടും തല കീയായിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 3 മാസം ഇതേ രീതിയിൽ നമുക്ക് തല കീയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം ഒരു 3 മാസം നമ്മളിത് തണലത്തേക്കാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. അപ്പോൾ തണലത്തേക്ക് മാറ്റി വെച്ച 3 മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാക്കിൻ്റെ ഒരു 50% നല്ല രീതിയിലുള്ള കരിയില കമ്പോസ്റ്റ് വളം നമുക്ക് കിട്ടും. അപ്പോൾ ചെടികൾക്കൊക്കെ വളർച്ചയ്ക്ക് നല്ല ഉപകാരപ്പെട്ടൊരു വളമാണ് കരിയില കമ്പോസ്റ്റ് വളം.
അപ്പോൾ കരിയില കമ്പോസ്റ്റ് വളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാ ജൈവ കമ്പോസ്റ്റ് വളങ്ങളെ പോലെ തന്നെ ചെടികളെ വളർച്ചയ്ക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വളമാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, നമ്മളെ മണ്ണിലുള്ള വായു സഞ്ചാരം കൂട്ടാൻ വേണ്ടിയിട്ട് കരിയില കമ്പോസ്റ്റ് ചെടികൾ നടുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ റൂട്ടിങ് അയച്ച വേരുകളൊക്കെ താഴോട്ടേക്ക് ഇറങ്ങി പോകാനും നല്ല വളർച്ച കിട്ടാനും വേണ്ടിയിട്ടും നമ്മൾ കരിയില കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും പൈസ ചെലവില്ലാതെ ഇതുപോലത്തെ കരിയില കമ്പോസ്റ്റ് വളങ്ങൾ വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് രൂപേണ അറിയിക്കുന്നതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്